കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുറേ ആളുകൾ, കുറേ ഭക്തർ നമ്മളോട് ചോദിച്ചു, എന്തൊക്കെയാണ് കഷ്ടങ്ങളാണ്, വീടായിട്ടില്ല, എന്ത് വഴിപാട് ചെയ്താലാണ് വീട് ആവുക, അതുപോലെ സാമ്പത്തിക ഭദ്രത ഇല്ല, എന്നും ഓരോ പ്രശ്നങ്ങളാണ്, എങ്ങനെയാണ് ഇതെന്ന് കരകയറുക, എന്താണ് ഗുരുവായൂരപ്പന് വഴിപാട് ചെയ്യുക എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിപാടാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാച്ചാൽ, കാരണം വീടില്ലാതെ നമുക്കറിയാം, വാടക വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്ഥിര ജോലി ഇല്ലായ്മയും പല പ്രശ്നങ്ങളുമാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ നമ്മൾ ഉദ്ദേശിക്കാൻ ഉള്ളത്, അതായത് ഇപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു വഴിപാട്, വലിയ സാമ്പത്തിക ചെലവില്ലാത്ത ഒരു വഴിപാട്. നമ്മൾ ദിവസവും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് ₹1 നാണയം, ₹1 നാണയം, അതിപ്പോൾ എത്രയാവാട്ടോ, ₹1 നാണയം, ഒരു നാണയം ഒഴിഞ്ഞു വയ്ക്കുക. പിന്നെ ഇപ്പോൾ വീടില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ₹50 ₹100 ഉള്ളിൽ വെള്ളിയുടെ വീട് കിട്ടും, വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നല്ലൊരു മഞ്ഞപ്പട്ടാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പന് ഇഷ്ടം, കൃഷ്ണന് ഇഷ്ടം. അപ്പോൾ ഒരു മഞ്ഞപ്പട്ടിൽ ചുറ്റിയിട്ട് മഞ്ഞപ്പട്ടിൻ്റെ അടി, അതായത് വീടെടുത്തിട്ട് മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് നിത്യവും നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളെ ഓരോ ₹1 നാണയമായാലും വേണ്ടില്ല, ₹10 നാണയമായാലും വേണ്ടില്ല, ₹5 നമ്മളെ ശക്തിക്കൊത്ത വഴിപാട്, അത് അവിടെ അങ്ങനെ വയ്ക്കുക. നിത്യവും എന്നിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ എന്താണോ നമ്മളെ ബുദ്ധിമുട്ട്, വീടില്ലെങ്കിൽ വീടില്ല എന്നുള്ളതും, അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശമാണെങ്കിൽ അത്, അല്ല വീട്ടിലെ അസ്വാരസ്യങ്ങളാണെങ്കിൽ അത് മാറാനും, എല്ലാറ്റിനും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ പ്രാർത്ഥിച്ച് ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യുക. അത് മറ്റൊന്നും ചെയ്യണ്ട, ഇത് മാത്രം ചെയ്ത് ഒരു വർഷം നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുക. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവും. എന്നിട്ട് വീടില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ, ആ വീടായാൽ അവിടേക്ക് കുറച്ച് വലിയതോ എന്തെങ്കിലും നമ്മൾ വേറെ സമർപ്പിക്കാനുണ്ടെങ്കിൽ ആ സമർപ്പിക്കാം. ഒപ്പം ഇതിൻ്റെ കൂടെ കാര്യസാധ്യം നേടിയാൽ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാൽപ്പായസം കൂടി കഴിക്കാമെന്ന് നേരുക. അപ്പോൾ ഇത് രണ്ടും ആയാൽ തന്നെ അധികം പൈസ ചിലവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ 2 കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യുക. അത് രണ്ടും നേർന്നാൽ മതി. അപ്പോൾ ഈ വീടിന് വേണ്ടിയിട്ട് ചെയ്യുന്നവർ എന്തായാലും ഒരു ചെറിയ വെള്ളിയിലുള്ളൊരു വീട് വാങ്ങാം. ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലൊക്കെ കിട്ടും അത്, അല്ലെങ്കിൽ എവിടെയായാലും ജ്വല്ലറിയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അവരുണ്ടാക്കിത്തരും. വളരെ വില കുറഞ്ഞ ചെറുത് മതി. ഒരു പട്ടിനും പേറി കഴിഞ്ഞാൽ ₹10 ₹15 ഒക്കെ വരുള്ളൂ. അതും വെച്ചിട്ട് നല്ല പറഞ്ഞ പോലെ ചാണക വെള്ളത്തിലോ അല്ലെങ്കിൽ പുണ്യാഹം കിട്ടുന്ന അതിലോ ഒക്കെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് വേണം ഇതാദ്യം ചെയ്യാൻ. എന്നിട്ട് ദിവസവും പിന്നെ ഒന്ന് അവിടെ പ്രാർത്ഥിക്കുക. മനമുരുകിയിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് സക്സസ് ആവും, ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ, ഗുരുവായൂരപ്പനല്ലാതെ വേറെ ആരും ഇല്ല നമുക്ക് ഈ ലോകത്തിൽ നമ്മളെ രക്ഷിക്കാൻ എന്നുള്ള ഒരൊറ്റ ചിന്ത മതി. ഗുരുവായൂരപ്പൻ എന്നും നമ്മളെ കൂടെ ഉണ്ടാവും. ഭക്തരുടെ പാദസേവകനായിട്ടും കണ്ണനുണ്ടാവും എന്നുള്ളതിൻ്റെ ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരൊറ്റ വിശ്വാസം മതി നമുക്ക് ജീവിക്കാൻ. നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും. നിങ്ങളത് ചെയ്യൽ തുടങ്ങി 1 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണിച്ചു തരും. സാമ്പത്തിക ഉന്നമനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്യുക. ഇടയ്ക്ക് വരിക, ഒന്ന് ഗുരുവായൂരപ്പനെ ദർശിക്കുക. ഇനി അല്ല, തീരെ വരാൻ കഴിയാത്തവരാണെങ്കിൽ അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേടിയതിന് ശേഷം വന്നിട്ട് തൊഴുക. എന്നിട്ട് അപ്പോൾ ഈ കാണിക്ക അവിടെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുക. അത് ഗുരുവായൂരപ്പൻ്റെ ആ മുൻപിൽ തന്നെ സമർപ്പിക്കാൻ കഴിയും. അതായത് സോപാനപ്പടിയിൽ വെക്കാൻ പറ്റിച്ചാൽ അങ്ങനെ, അതല്ല ഇപ്പോൾ മണ്ഡപത്തിൻ്റെ അധീനെ പോകുന്നത് വെച്ചാൽ ആ മണ്ഡപത്തിൻ്റെ അവിടെ വെച്ചാലും മതി. കാരണം സോപാനപ്പടിയിൽ തന്നെ സമർപ്പിച്ചാലേ ഗുരുവായൂരപ്പന് കിട്ടൂ എന്നൊന്നുമില്ല.
അവിടെ എവിടെ സമർപ്പിച്ചാലും എല്ലാം ഗുരുവായൂരപ്പൻ്റെ ആ സ്ഥലമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ അവിടെ സമർപ്പിക്കുക. എന്നാൽ എല്ലാ കാര്യങ്ങളും, കാരണം നമ്മുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഒരു കർത്തവ്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദിവസവും നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കും. ആ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട്, ഗുരുവായൂരപ്പനെ നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടി ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഇത് മൂലം നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷങ്ങളും ഉണ്ടാവട്ടെ. കൃഷ്ണനും എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.